സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിരുന്നു, സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയ ഒരു റെസ്റ്റോറന്റ് ഒരു ഭക്ഷണത്തിന്റെയോ പേര് പറയാവോ? അത് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ഞാൻ പോയി വിസിറ്റ് ചെയ്ത് അതിന്റെ ഫുൾ റിവ്യൂ തരുന്നതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വന്നതും ഏറ്റവും കൂടുതൽ പേർ കമന്റ് ചെയ്തതും ഞാൻ രണ്ടാമത് പോയിട്ടപ്പോഴത്തേക്കും വീണ്ടും പോകണമെന്ന് പറഞ്ഞതുമായ റെസ്റ്റോറന്റ് ആണ് ഷെഫ് പുള്ളിയുടെ നിർവാണ. ഞാൻ ഡെയിലി ഫിഷ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. എല്ലാ ദിവസവും മീൻ കഴിക്കുന്ന ആളാണ്. എൻ്റെ മദറാണെങ്കിൽ പോലും ഡെയിലി മീൻ കഴിക്കും. അപ്പം ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ഈ ഒരു സാധനം കഴിച്ചുകൊണ്ട് സിൻസിയറായിട്ട് പറയണമെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊരു വികാരവും തോന്നിയില്ല. ആ ഗ്രേവി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കിത് എൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. ഐ ഫെൽറ്റ് ലൈക്ക് 850 രൂപ കൊടുത്തൊരു സിംഗിൾ പീസ് സാധനം. ഓഫ് കോഴ്സ് ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ആണ്, ബട്ട് അത് എനിക്കത് വർത്തായിട്ട് തോന്നിയില്ല ഗൈസ്. വർത്തായിട്ട് മീൻസ് ലൈക്ക് അത്രയും ഒരു ഭീകരം അയ്യോ കിടിലം സാധനം എന്ന് പറയാൻ വേണ്ടി എനിക്കിത് ഫീൽ ചെയ്തില്ല. സത്യം പറയാൻ എനിക്കിത് ഫീൽ ചെയ്തില്ല. മേ ബി കരിമീൻ്റെയും പനീറിലും ഈ പറയുന്ന സാധനം ഉണ്ട് കേട്ടോ. ഈ പറയുന്ന നിർവ്വാണമുണ്ട്. ഞാൻ വാങ്ങിച്ചത് സീർ ഫിഷ്, കിങ് ഫിഷിനാണല്ലോ ഇവർ ഫേമസ്. അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. മറ്റേത് 100 രൂപ കുറവാണ്, 750 ആണെന്ന് തോന്നുന്നു എനിക്കൊന്ന് കരിമീൻ്റെത്. പനീറിന്റെ 450 എന്തോ കൊണ്ടാണ് റേറ്റ് വരുന്നത്. ആ മുട്ടയപ്പം പോളി സാധനം കേട്ടോ, കീടിലായിട്ട് വരുന്നത്. അത് പറയാതിരിക്കും വയ്യ, നല്ല കീടില്ല. പിന്നെ ഫ്രഷ് ആയിരുന്നു എല്ലാ സാധനങ്ങളും. മീനിന്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ മീനിന്റെ കാര്യങ്ങൾ അതൊന്നും ഒരു കോംപ്രമൈസോ ഇല്ല. എല്ലാം ഫ്രഷ് കീടില അടിപൊളി സാധനമായിരുന്നു. ഇവൻ മുട്ടയപ്പോണെങ്കിൽ നല്ല വിളുമ്പൊക്കെ മുഴുവനായിരിക്കുന്ന കീടില സാധനം കേട്ടോ. അത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം. അത് മാത്രമാണെങ്കിൽ 205 ഞാൻ അവിടെ നിന്ന് കഴിക്കും. അമ്മാതിരി ടേസ്റ്റ് ഉള്ള സാധനം. ആ മുട്ടയപ്പം മാത്രമായിട്ട് കഴിക്കാൻ പറ്റും. ഇവൻ ചപ്പാത്തി ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ അപ്പോൾ ഫ്രഷ് ആയിട്ട് അവർ മേക്ക് ചെയ്ത് ചുട്ട് കൊണ്ട് തരുന്ന സാധനമാണ്. അല്ലാതെ ഈ പാക്കറ്റ് സാധനങ്ങളൊന്നും അല്ല. അവർ അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കില്ലല്ലോ. അഫ്കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് അത് ആ സ്റ്റാൻഡേർഡ് ആ ലെവലിലൊക്കെ അവരെല്ലാം അടിപൊളിയായിട്ടാണ് കീപ്പ് ചെയ്തേക്കുന്നത്. ഈ നിർവ്വാണയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, ആ മീൻ ഗ്രില്ല് ചെയ്ത മീനിനെ അവർ തേങ്ങാപ്പാലാണ് അതിൻ്റെ മെയിൻ സാധനം. തേങ്ങ കൊത്തിട്ടിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് കുരുമുളക്, മുളക് പൊടി, പച്ചമുളകുണ്ട്. ഈ ഇമാതിരി സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് സിമ്പിൾ റെസിപ്പി ആവാൻ സാധ്യതയുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലിന്റെ ആ ഒരു ഗ്രേവിയില്ലേ, ആ ഗ്രേവി നമ്മൾ ഒഴിച്ചിട്ട് ഈ അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് നല്ലതായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു, എനിക്കത് ഭയങ്കര ഒരു അടിപൊളി ഒരു വാവ് ഫാക്ടർ അടിക്കുന്ന ഒരു സാധനമായിട്ട് തോന്നിയില്ല. മേ ബി ഞാൻ ഫിഷ് കഴിക്കുന്ന ആളായതുകൊണ്ട് ഫിഷ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ഫിഷ് വിഭവങ്ങളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കത് ഓക്കെ ആയിട്ടുള്ള ഡിഷായിട്ട് തോന്നി. മോശമല്ല കേട്ടോ, ഒരു കിടിലൻ ഡിഷ് തന്നെയാണ്. ബട്ട് പറയുന്ന സാധനത്തിലുള്ള ഹൈപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എനിക്ക് അത്രയും ഹൈപ്ഡ് ആയിട്ടൊരു സാധനമായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ നല്ല സാധനമാണ്, നല്ല ഇഷ്ടമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വ്യത്യസ്ത അനുഭവത്തിന് വേണ്ടി ഷെഫ് പുള്ളി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നിർവ്വാണ എന്ന് പറഞ്ഞ സാധനം കഴിക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ ലൈഫിൽ ഒരു വട്ടം നിങ്ങളത് കഴിച്ച് നോക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. മേ ബി ഞാൻ നെക്സ്റ്റ് ടൈം എപ്പോഴും പോകുമ്പോൾ എൻ്റെ കരിമീൻ ട്രൈ ചെയ്യും. അന്നേരം ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാം. ബട്ട് ലൈക്ക് ഇതിപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നല്ലതാണ്. പക്ഷേ മീനിൻ്റെ ക്വാളിറ്റി ആൻഡ് ദ ഫ്ലഷ്, ആ ഒരു പീസ് അതെല്ലാം പക്കായിരുന്നു. പക്ഷേ ഒരാൾ നന്നായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് ആ ഒരു സിംഗിൾ മീൻ കൊണ്ട് ഒരിക്കലും നമുക്കത് തൃപ്തിയാവാൻ സാധ്യതയില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത്യാവശ്യം കഴിക്കുന്ന ഒരാളാണെങ്കിൽ 850 രൂപീസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സിംഗിൾ പോർഷൻ വാങ്ങിച്ച് മീൻ കഴിച്ച് കഴിഞ്ഞാൽ അത് അത്രയും തൃപ്തിയാവുമെന്ന് കഴിച്ചിട്ട് നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തൃപ്തിയാവില്ല. ബട്ട് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമ്മൾ അത്രയും വയറ് നിറഞ്ഞ് കഴിക്കാൻ വേണ്ടി ഒന്നും ഫുഡ് കഴിക്കാറില്ല. നമ്മൾ ആ ഒരു സാധനം പോഷൻ വാങ്ങിച്ചതിന് ബാക്കിയുള്ള ഗ്രേവിയുടെ കലർത്തി